ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. റംലാസ് കിച്ചണിൽ ഇന്ന് വന്നിരിക്കുന്ന ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ്. ഒന്നുമല്ല, നമ്മളെ മത്തങ്ങയും അതേപോലെ മമ്പയറും ചേർത്തിട്ടുള്ള ഒരു എരിശ്ശേരിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ എരിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തത് മമ്പയർ. ഞാൻ ചുവപ്പല്ല, വെള്ളം മമ്പയർ കൊണ്ടാണ് ഞാൻ ഇന്ന് എരിശ്ശേരി ഉണ്ടാക്കുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് മമ്പയർ എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ കഴുകിയിട്ട് ഞാൻ ഒരു അരമണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചതാണ്. നല്ലതുപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മളെ മമ്പയർ. അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് തന്നെ ഞാനൊരു 1/4 കിലോ മത്തങ്ങ എടുത്തിട്ടുണ്ട്. മത്തങ്ങ ഞാൻ നല്ലതുപോലെ കഴുകി കഷ്ണങ്ങളാക്കി അതും ചേർത്ത് കൊടുത്ത് അതിലേക്കൊരു 3 പച്ചമുളകും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 കപ്പ് വെള്ളവും ചേർത്ത് നല്ലതുപോലെ വേവിക്കാൻ വെക്കാം. നമ്മളൊരു മിക്സിൻ്റെ ജാർ എടുക്കുക. അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3 ചെറിയ ഉള്ളി, അതേപോലെ തന്നെ ഒരു 3 പച്ചമുളക്, അതേപോലെ തന്നെ ഒരു 5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 5 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ നമ്മളെ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്കൊരു 1/4 കപ്പ് വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഇത് അരച്ചെടുക്കുക. ഇത് നല്ലതുപോലെ അരയാൻ പാടില്ല, ഒരു തരിതരിപ്പായിട്ട് വേണം നമ്മൾക്കിതൊന്ന് അരച്ചെടുക്കാൻ. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങ അരച്ച് കൊണ്ടുവരാം. അതിനുശേഷം നമ്മൾ മമ്പയറും അതേപോലെ മത്തങ്ങയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അത് ഞാനൊരു പാത്രത്തിലേക്ക് ചീഞ്ചട്ടിയിലേക്ക് മാറ്റിയാണ്. അത് മാറ്റിയതിന് ശേഷം അത് നല്ലോണം ഉടച്ച് കൊടുക്കാം. ഉടച്ചതിന് ശേഷം നല്ലതുപോലെ തിളക്കാൻ നോക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച തേങ്ങൻ്റെ കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ തേങ്ങ അരച്ച മിക്സിയിൽ തന്നെ അര കപ്പ് വെള്ളവും ചേർത്ത് ഞാൻ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമ്മൾക്കതൊന്ന് കാച്ചിപ്പോരാ. അതിന് വേണ്ടി ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അത് നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതേപോലെ തന്നെ 1 ടീസ്പൂൺ കടുക്, 1 വറ്റൽമുളക്, അതേപോലെ ഒരു 1/4 കപ്പിലും കുറവായിട്ടുള്ള കുറച്ച് തേങ്ങ ഞാൻ എടുത്ത് അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. നമ്മളെ തേങ്ങയൊക്കെ നല്ലതുപോലെ മൂത്ത് നല്ല ഇതായിട്ട് തന്നെ വരണം. അതിലേക്ക് ഞാനൊരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ വറുത്തെടുക്കുക. നമ്മൾ തേങ്ങ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കത് കറിയിലേക്ക് ഒഴിച്ച് കൊടുത്ത് നമ്മൾക്കൊരു 10-15 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കണം. കാരണം കറിയും നമ്മൾ ചേർത്ത് കൊടുത്ത താളിപ്പും എല്ലാം ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയാണ്. നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ തുറന്ന് നോക്കി. 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ തുറന്ന് നോക്കിയത്. നമ്മളെ കറിയൊക്കെ നല്ലതുപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് അടിപൊളി കറിയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരണം. നിങ്ങളെ ബന്ധുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും ഞാൻ ഇതേപോലുള്ള ചെറിയ വീഡിയോകളുമായിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതാണ്. എല്ലാവർക്കും അസ്സലാമലൈക്കും. താങ്ക് യു.